ഇപ്പൊ രജൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ അവസരങ്ങൾ കിട്ടി അത് നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ സിനിമ എന്ന ആഗ്രഹം കൊണ്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് കിട്ടിയ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സിനിമ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു പഴുതെന്ന സിനിമനെ പറ്റിയിട്ട്? എനിക്കാണെങ്കിൽ ഞാൻ തൊട്ട് മുന്നേ വേറൊരു ഷോർട്ട് ഫിലിം ചെയ്തു. കുറച്ചു നാൾ മുന്നേ കുറെ ഫിലിംസിന്റെ പാട്ടായിട്ട് കുഞ്ഞു കുഞ്ഞു ഫിലിംസ്, ഷോർട്ട് ഫിലിംസ്, ക്യാരക്ടർ അല്ലാതെ പാട്ട് ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ കുറച്ച് എഴുതും. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വർക്ക് എന്താന്ന് ചെറിയ അറിവുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ നല്ലൊരു ക്യാരക്ടറായിട്ട് കിട്ടിയപ്പോ അത് ഭയങ്കര ലക്കായിരുന്നു. കാര്യം ഞാൻ കേട്ടെടുത്തോളം സാറിന് ഒരുപാട് പേരുണ്ടായിരുന്നു ലിസ്റ്റിൽ. ഒത്തിരി പേരുടെ ഓപ്ഷനിൽ നിന്നാണ് എന്നെ ചൂസ് ചെയ്തതെന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത്രയും പേരിൽ നിന്ന് ഒരാളായിട്ട് ചൂസ് ചെയ്തെടുത്തത് തന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. കാര്യം അത് ഇച്ചിരി സ്ട്രോങ് ക്യാരക്ടറുമാണ്. മാത്രമല്ല ആ ക്യാരക്ടർ ചെയ്യാൻ അത്രയും ഒരു ഇത് വേണം. അത് പിന്നെ ടീം ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് അപ്പൊ നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒരു ക്യാരക്ടർ ഓക്കെ ആവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാമറ, അപ്പൊ DOP ആണെങ്കിലും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ ആണെങ്കിലും ഇവരുടെയൊക്കെ സപ്പോർട്ടുണ്ട്. ഇവർ തരുന്ന റിയാക്ഷനിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതൊരു വലിയ ഘടകമായിരുന്നു ഈ വർക്കില്. വ്യക്തിയെ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ കിട്ടിയതല്ല, ഞങ്ങൾ തേടി ചെന്നതാണ്. ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് നിളയിലോട്ട് ഞങ്ങൾ പോവുകയായിരുന്നു. എന്താ പറയാനുള്ളത് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ? ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാല്, ഒരു 4ാം ക്ലാസ്സുകാരനെ ഒരു കണക്ക് അധ്യാപിക ഒരു സ്പോർട്സ് ഡേയിൽ ഒരു നാടകം അഭിനയിക്കാനായിട്ട് വിളിക്കാം. ആശങ്കയോട് കൂടിയാണ് ടീച്ചറിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്റെ നാടക അഭിനയത്തിന്റെ ആദ്യത്തെ പ്രേക്ഷക നിരൂപക എന്റെ അമ്മയായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനമാണ് സിനിമ എന്ന മോഹം എന്നിലൂടെ എടുത്തത്. വളരെ വിദൂരത്ത് നിൽക്കുന്ന ആ സിനിമാ ലോകം ദൂരെ നിന്ന് കാണുകയും പഠിക്കുകയും ചെയ്ത് ഇപ്പോ ആ ലോകത്തിലേക്ക് കാലുവെക്കാൻ പറ്റി എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി പഴുത് എന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ജനുവരി മാസം തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുന്ന ആ ദിവസവും സ്വപ്നം ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ രജനും ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, മൂവി ഇങ്ങനെ കാത്തിരുന്നു ഒരു സിനിമ ചെയ്യാൻ, അങ്ങനെ ഒരു കിട്ടിയൊരു വേഷം. അപ്പൊ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. ഒറ്റ വാക്കില് പറയുന്ന പെട്ടെന്നൊക്കെ പറഞ്ഞ് നിർത്തുവാണ്. ഒത്തിരി സംസാരിക്കില്ല, അതിന് മതി. ചില സമയങ്ങളിലൊക്കെ ഭയങ്കര കോമഡി ആയിട്ടുള്ള ഡയലോഗുകളും ഡെലിവറി ചെയ്യും. പക്ഷെ അത് ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ പഴുതെന്ന് പറയുന്ന മൂവിയില് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ബ്രേക്ക് ദി ലോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അപ്പൊ കഥ എഴുതിയതും സാർ തന്നെയായിരുന്നു? സ്ക്രിപ്റ്റും എല്ലാം. അപ്പൊ ഈ നമ്മളിപ്പോ ഇൻവെസ്റ്റിഗേഷൻ എഴുതുമ്പോ അതിൻ്റെതായ കുറെ എക്സ്പീരിയൻസും ഒരുപാട് കഥകൾ കേൾക്കും വേണം. അപ്പൊ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ജേർണി? ആദ്യം ഞങ്ങൾ ഒരു ബേസിക് ത്രെഡ്, ആദ്യത്തെ ഒരു മീറ്റിംഗിൽ പല പല കഥകൾ പറഞ്ഞു. അപ്പൊ നമുക്ക് പെട്ടെന്ന് പ്രോജക്റ്റ് ഓൺ ചെയ്യണം. രജൻകൃഷ്ണയുടെ ആവശ്യം അതാണ്, പെട്ടെന്ന് പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു പറഞ്ഞില്ലേ, ഒരുപാട് വർഷം കാത്തിരുന്നുകൊണ്ടായിരിക്കാം. അത് മാത്രല്ല ഇങ്ങനെ സൈലന്റ് ആയിരിക്കുന്ന ഒരാളാണ് ഇത്ര ആക്റ്റീവ് അപ്പോ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ത്രെഡും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ത്രെഡ് എന്നുള്ള നിലയിൽ ഈ കഥ ഇന്ന് കാണുന്ന രൂപത്തിലല്ല ഞങ്ങൾ അന്ന് ചർച്ച ചെയ്യുമ്പോൾ ഉള്ളത്. പലരുടെയും കോൺട്രിബ്യൂഷൻസ് ഇതിനകത്തുണ്ട്. ഞങ്ങളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയില് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോ ഏരിയകൾ പറഞ്ഞ് ഇത് റീവർക്ക് ചെയ്താണ് ഈ സിനിമ. ഈവൻ ഞങ്ങൾ ഒരു 3 ഷെഡ്യൂളായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സെക്കൻഡ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞതിന് ശേഷവും സ്ക്രിപ്റ്റിന് മാറ്റം ഉണ്ടാക്കി വലിയൊരു ട്വിസ്റ്റ് ആ കഥയ്ക്കകത്ത് വേണം. അപ്പൊ ഈവൻ എഡിറ്റിംഗ് ടേബിളിൽ പോലും കഥയ്ക്ക് മാറ്റം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോ ലോക്ക്ഡൌൺ ബ്രേക്ക് ദി ലോക്ക് അങ്ങനെ രീതിയിൽ. ഓക്കെ.